ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് ഒരു അടിപൊളി പായസമാണ്. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഈ പായസത്തിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? ചിരങ്ങയാണ്. ചിരങ്ങ വെച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നില്ലേ? വളരെ സിമ്പിളായിട്ട് സേമിയ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ചിരങ്ങയാണ്. ആ ചിരങ്ങ ഞാൻ എന്ത് ചെയ്ത് നടുവെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് അത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിൽ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം. പിന്നെ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ പായസത്തേക്ക് ആവശ്യമുള്ളത്. പിന്നെ കിസ്മിസ്, അതായത് മുന്തിരി, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ ഒരു 4-5 കഷ്ണം ഞാൻ ചതച്ചിട്ടേക്കുവാണ്. പിന്നെ അതുപോലെ ഞാൻ പഞ്ചസാര ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരം പോലെ എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൊവ്വരിയാണ്. ചൊവ്വരി ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പാൽ ഒരു 500 ml, ഞാൻ ഒരു പാക്കറ്റ് പാലിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 ടീസ്പൂൺ ഗീയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ പാല് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ ഗീ തടവി കൊടുത്തിട്ട് ഞാൻ ചിരങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിരങ്ങ നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് എന്താ പറയുക പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മളൊന്ന് കഴിച്ച് നോക്കിയിട്ട് അത് നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരന്ന് നന്നായിട്ട് പാനി ഇറങ്ങും. അപ്പോൾ പാനി ഇറങ്ങുമ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വേവില്ല. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന പാല് നമുക്ക് ഈ മിക്സിലോട്ട് വെന്ത് കഴിഞ്ഞൊന്ന് ഉറപ്പ് വന്നാൽ മാത്രം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൽ ചൊവ്വരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ പാടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്യിലിട്ട് കുറച്ച് നെയ്യേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ നെയ്യ് ഓവറായ ബുദ്ധിമുട്ടാണ്. നമ്മൾ പായസം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ ഏലക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ പായസം വറ്റി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് വേണം, ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അപ്പോൾ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ പിന്നെ ചൊവ്വരി മുകളിൽ നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അത് ഗാർണിഷ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടെ തന്നെ കുടിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മളെ വീട്ടിലിപ്പം സേമിയൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മേ ബി നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസാണ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റും. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചിരങ്ങ പായസം ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെ പറ്റുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. അടിപൊളി പായസമാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ മക്കൾക്കും നിങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് പ്രായമായവർക്കാണെങ്കിൽ ഇച്ചിരി മധുരം കുറച്ചുണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഡിഷസ് ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.